ആനി രാജ നമുക്ക് പോകുമ്പോൾ ചേരുകയാണ്. ആനി ചേച്ചി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചാണ്. ഇപ്പോൾ പ്രിയങ്ക വരികയാണ് വയനാട്ടിലേക്ക്. വയനാടുമായിട്ട് ഒരുപാട് ആത്മബന്ധമുള്ള ആളാണ് ആനി ചേച്ചി. അപ്പോൾ ഈ ഒരു വരവിനെ എങ്ങനെ കാണുന്നു? എന്നേക്കാൾ ഏറെ ആത്മബന്ധമാണ് രാഹുൽ ഗാന്ധിക്കാണെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. അവിടെ രാഹുൽ ഗാന്ധി വിജയിച്ച ഒരു സീറ്റിലേക്ക് UDF വീണ്ടും മത്സരിക്കുന്നതിനും അതിന് സ്ഥാനാർത്ഥിയായി പ്രിയങ്കയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ തീരുമാനമാണത്. അത് അവരുടെ അവകാശമാണ് ആ തീരുമാനിക്കുക എന്നുള്ളത്. അതങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ BJPയുടെ അടക്കം ആരോപണം എന്ന് പറയുന്നത് കുടുംബവാഴ്ച വയനാട്ടിലെ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നു എന്നുള്ളതാണ്. ആ ആരോപണം CPIക്കുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷത്തിനുണ്ടോ? ഇല്ല, അത് കേരളക്കാരോട് ചോദിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച്, ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ജയിക്കുന്നതിനോ തോക്കുന്നതിനോ ഒക്കെയുള്ള അവകാശമുണ്ട്. അതല്ലാതെ ഇപ്പോൾ ആരുടെയെങ്കിലും മകളാണ് ഒന്നുമല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, വെറുതെ ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാനിത് ഇന്നയാളുടെ മകളാണ് എന്ന് പറഞ്ഞു വരികയല്ല. തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് വരുന്നവരാണ് ഇങ്ങനെ വരുന്ന, അങ്ങനെ ഇടതുപക്ഷത്തിൽ നിന്ന് വരുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് BJP പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യം എനിക്കില്ല. BJP ഇതൊക്കെ തന്നെയാണ് അവിടെ പറയുക. പക്ഷേ എന്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു BJP പറഞ്ഞതിന് അതിന് മറുപടി പറയുമ്പോൾ ശ്രീ വേണുഗോപാൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫാമിലിയെ പരാമർശിച്ചിട്ടുണ്ട്. BJPക്ക് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അതിനു പകരം അവിടെ മത്സരിച്ച് തോറ്റ ഒരു സ്ഥാനാർത്ഥിയെയും ആ സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെയും പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് കോൺഗ്രസിനെ കാണേണ്ടത് ഒരു സ്ത്രീയുടെ, അവർ ചെറുപ്പം മുതൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് 45 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു വ്യക്തിയെ അവർ വെറും ആരുടെയെങ്കിലും ഒരു പാർട്ട്ണറാണ് എന്ന് മാത്രം എന്താണ് സ്ത്രീയുടെ സെൽഫ് എന്നുള്ളത്, ഏജൻസി എന്നുള്ളത്, അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്ത ഒരു കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്, അതൊരു ദുരന്തമായി രാജ്യത്തിന്. അത് പലർക്കും അത്തരം മനോഭാവമാണ് സ്ത്രീകളോടുള്ളത് എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ BJPക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സാണ്. തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ CPI ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുന്ന സമയത്ത് UDFും LDFും തമ്മിലാണ് മത്സരം. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു, പ്രിയങ്കയ്ക്കെതിരെയും പ്രതീക്ഷിക്കാമോ വയനാട്ടിൽ? ഇല്ല, അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കേണ്ട, ഞാനൊരു പാർട്ടിയുടെ മെമ്പറാണ്, പ്രവർത്തകയാണ്. അപ്പോൾ ഇതെല്ലാം തീരുമാനങ്ങളെല്ലാം കഴിഞ്ഞ തവണ മത്സരം എൻ്റെ തീരുമാനമല്ല, അത് പാർട്ടി തീരുമാനമാണ്. അത് പാർട്ടി തീരുമാനം ഇടതുമുന്നണി അംഗീകരിച്ച് അങ്ങനെയാണ് ഞാൻ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇവിടെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശരിയാണ്, NDAക്ക് നമ്പർ കുറഞ്ഞു, സംഖ്യ കുറഞ്ഞുവെങ്കിലും ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വർഗീയ ഫാസിസം അത് വീക്കനായിട്ടില്ല. അതിന്നും വളരെ ശക്തമായി രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ചേലക്കര, അതുപോലെ തന്നെ ആലത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പാലക്കാട്. പ്രിയങ്ക വരുന്നു വയനാട്ടിലേക്ക്. തീർച്ചയായിട്ടും ദേശീയ തലത്തിലടക്കം വലിയൊരു മുഖമാണ്. തീർച്ചയായിട്ടും ഒരു ദേശീയ നേതാവ് വരുന്ന സമയത്ത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടി, അത് ഭരണവിരുദ്ധ വികാരം അടക്കം LDFിനെതിരെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രസക്തിയുണ്ട്. പ്രിയങ്ക വരുന്നത് വലിയ രീതിയിലൊരു മാറ്റു കൂട്ടുമോ UDF? ആ വിലയിരുത്തലുകളൊന്നും, അതൊക്കെ കേരളത്തിലെ എൻ്റെ പാർട്ടി CPIയും അതുപോലെ ഇടതുമുന്നണിയും അതൊക്കെ ചർച്ച ചെയ്ത് അവരവിടെ തീരുമാനിക്കും. ഞാൻ കേരളത്തിലല്ല എൻ്റെ പ്രവർത്തന മേഖല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇപ്പോൾ ഞാൻ ഇതൊന്നും വിശകലനം ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ പരാജയത്തെ കുറിച്ച് പോലും ഞാൻ വിശകലനം ചെയ്തിട്ടില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ പരാജയം അതിനെക്കുറിച്ച് പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അക്കാര്യങ്ങളൊക്കെ താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ CPIയും അത് അവരോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാലും വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് റായ്ബറയിൽ നിന്നുള്ള കാര്യം ഒരു പ്രഖ്യാപനം തന്നെ വന്നത്. അതിനുശേഷം വയനാട് ഒഴിയുന്നു.
അത് നേരത്തെ അറിയിച്ചതെങ്കിൽ ഒരുപക്ഷെ CPI അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചാരണം വേറിട്ട രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമായിരുന്നു ആ സമയത്ത്? അല്ല, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന പ്രചാരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അതല്ല അതിൻ്റെ ഒരു കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റ് ഞാൻ റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധി. അത് വളരെ ആലോചിച്ച് അദ്ദേഹത്തിന് തീരുമാനിച്ച കാര്യമാണ്. വളരെ നേരത്തെ തന്നെ കേരളത്തിലെ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കേരളം എന്ന് പറഞ്ഞാൽ വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയെ ഒരിക്കലുമില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ച ഒരു മണ്ഡലമാണ് വയനാട്ടിലെ മണ്ഡലവും അവിടുത്തെ വോട്ടർമാരും. ആ വോട്ടർമാരോട് സത്യസന്ധമായി തുറന്നു പറയാമായിരുന്നു. അങ്ങനെ പറയാതിരുന്നത്, ഞാനിതാ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്ന് പറയാതിരുന്നത് അവിടുത്തെ വോട്ടർമാരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? അല്ല, വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് മാത്രമാണ് അതിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ LDF ആണ് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് LDFൻ്റെ സ്ഥാനാർത്ഥി വരണം, LDFൻ്റെ സ്ഥാനാർത്ഥി വരണം. അതുപോലെ തന്നെ NDA മത്സരിക്കുന്നുണ്ടോ എന്നറിയില്ല, അവരുടെ ഇത് വരണം. അപ്പം എന്തു തന്നെയായാലും ഇടതുമുന്നണിയിലെ ഈ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും CPI എടുക്കുക. തീർച്ചയായിട്ടും. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവിടെ UDFും LDFും തന്നെ മത്സരിക്കുകയാണ്. എന്തായാലും പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ വയനാട്ടിലേക്ക് തിരികെ എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അനിരാജ പറയുന്നത്. ജഗദീഷ് വിഷ്ണുവൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.